ഒരു ചെറിയ സഹായം ചെയ്യാം, ഒരു രോഗിക്ക് വേണ്ടിയിട്ടാണ്. കോഴിക്കോട് പുത്തൂർ മഠം വള്ളിക്കുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് കാണാം സിനിമാ താരങ്ങളായ നിർമ്മൽ പാലായും നവാസ് വള്ളിക്കുന്നും ഉൾപ്പെടെയുള്ള ആളുകളാണ്. പ്രദീപ് ലാൽ എന്ന് പറയുന്ന കലാഭവൻ പ്രദീപ് ലാൽ, അദ്ദേഹം കരൾ രോഗബാധിതനായി ചികിത്സയിലാണ്. 55 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ളത്. ഇദ്ദേഹം കുറച്ചു കാലമായിട്ട് കിടപ്പിലാണെന്ന് തോന്നുന്നില്ലേ? നാട്ടുകാർ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിവേട്ടനൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങൾ പരമാവധി ആളുകളിൽ നിന്നും പൈസ സംഭരിക്കാനുള്ള ഓട്ടത്തിലാണ്. ഞങ്ങൾ വേണ്ടി ഒരു പ്രോഗ്രാം ഞങ്ങൾ കോഴിക്കോട് ചെയ്തിരുന്നത്. ദേവരാജും ഹരീഷും ഞങ്ങളുടെ അപ്പോൾ പുറമെ നിന്ന് പക്രു ചേട്ടനും അജീഷ് കോട്ടയം കുറേ ആൾക്കാരൊന്ന് വലിയ ഷോ ചെയ്തിരുന്നു. അതിൻ്റെ ഫണ്ട് ഞങ്ങൾ നേരെ ഇവിടെ കൊടുത്ത് ഇനിയൊരു 25 ലക്ഷത്തോളം ഉറുപ്പ്യ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിലിപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല. ജനങ്ങളോട് ഇറങ്ങി ചോദിക്കുക, ആ അവസ്ഥയിലുള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ജനങ്ങൾ കൂട്ടായ്മയിൽ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് പ്രാവശ്യവും നമ്മൾ ഇറങ്ങുന്നത്. നവാസ് ഇന്ന് പെരുന്നാളൊക്കെയാണ്, അപ്പോൾ പെരുന്നാൾ ദിനം ഇങ്ങനെയാണോ ഇന്ന് ചെലവഴിക്കുന്നത്? പെരുന്നാളിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതാണിത്. നമ്മൾ പെരുന്നാൾക്ക് നല്ല മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നിർമ്മലനും കട്ടക്ക് കൂടെ തന്നെ ഉണ്ട് എല്ലാ പരിപാടിക്കും. പെരുന്നാളായിട്ട് രാവിലെ തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് അപ്പോൾ എന്തോ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ ഓടി വന്നാൽ പ്രതിവേട്ടൻ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. നമ്മളൊക്കെ മിമിക്രിയിലേക്ക് വരാൻ കാരണമൊക്കെ പ്രതിവേട്ടനാണ്. നമുക്കെല്ലാവരും ഞാനാണെങ്കിൽ നിർമ്മലേട്ടനാണെങ്കിലൊക്കെ പ്രതിവേട്ടൻ്റെ മിമിക്രി കണ്ടിട്ട് നമ്മൾ ഈ കല ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം പ്രതിവേട്ടനെ. അതിനുള്ള ഒരു പരക്കം പാച്ചിലാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ റോഡിൽ നിന്നിട്ട് നിങ്ങൾ ഈ ബാനർ ഇതൊക്കെ വെച്ചിട്ടാണ് പിടിക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് കിട്ടുന്ന 5 രൂപയുടെ തൊട്ട് പോലും വലിയ പൈസയാണ്. അപ്പം ചില ആൾക്കാർ ചെറിയ പൈസ ഇടാൻ മടിച്ചിട്ടായിരിക്കും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഒരാൾ ഒരു 5 രൂപ ഇടുകയാണെങ്കിൽ അത് വലിയ കാര്യം. അതൊക്കെ ഞങ്ങൾ വിലപ്പെട്ടതാണ്. അപ്പം അതാണ് ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും മൂപ്പരയിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ ഒരൊറ്റ ലക്ഷ്യത്തിനാണ് ഇതിലിറങ്ങിയത്. എങ്ങനെയുണ്ട് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി? എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തുന്നത്? ഡോക്ടർമാർ പറഞ്ഞത് ഈ മാസം തന്നെ സർജറി വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ആണെങ്കിൽ നമുക്കിപ്പോൾ 25 ലക്ഷം ഇനി വേണം. നമുക്ക് അതിന് 30 കിട്ടിയിട്ടുണ്ട്, 55 പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒപ്പിക്കുക, അതിൻ്റെ ഒരു ഇതിലാണ് നാട്ടുകാർ മൊത്തം. ഇന്ന് പെരുന്നാൾ ദിനമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രവൃത്തിയിലേക്കാണല്ലേ? അതെ, കഴിഞ്ഞ പെരുന്നാളിനും ഇതേപോലെ തന്നെ ആയിരുന്നു. നമ്മളവിടെ ഒരു ചെറിയൊരു കുട്ടീൻ്റെ ഒരു ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രദീപേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ സിനിമ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഞങ്ങളെ നാട്ടുകാരെ എല്ലാവരും ഈ കലാകാരനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ അത് വലിയ പ്രതീക്ഷയിലാണ്. ഒരു 25 ലക്ഷം റുപ്യയോട് ഞങ്ങൾക്കൊരു ഷോട്ടുണ്ട്. അത് ഈ മാസം തന്നെ എങ്ങനെയെങ്കിലും കളക്ട് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും ഞങ്ങൾ പിച്ച തെണ്ടിയിട്ട് അത് സ്വരൂപിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കുറേ പേരുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ. അത് കുറേ ആളുകൾ വേണം, എന്നാലേ ഉള്ളൂ പ്രതീക്ഷിച്ചൊരു പ്രതീക്ഷ വേണ്ട എത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഇതേപോലെ പെരുന്നാളിന് തന്നെ, കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങളിതേപോലെ എല്ലാവരും കൂടെ റോഡിൽ നിന്ന് പക്കറ്റ് പെരുന്നാൾ നല്ലൊരു ഫണ്ട് ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അതേപോലെ തന്നെ സാധിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രദീപ് ലാൽ കലാഭവൻ്റെ മികച്ചൊരു കലാകാരനായിരുന്നു. അദ്ദേഹം കുറച്ച് കാലമായിട്ട് തന്നെ ചികിത്സയുമായി കരൾ രോഗബാധിതനായി കിടപ്പിലാണ്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി തിരികെ കൊണ്ടുവരാനുള്ള നെട്ടോട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെല്ലാം തന്നെ. പണം ഇനിയും കുറേയേറെ സംഭരിക്കേണ്ടതുണ്ട്, അതിനുള്ള നെട്ടോട്ടത്തിലാണ് എന്നുള്ളതാണ് ഈ കമ്മിറ്റി എല്ലാവരും പറയുകയും ചെയ്യുന്നത്. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.